നമസ്കാരം. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനും റാന്നി MLA ശ്രീ പ്രമോദ് നാരായണനും സ്വാഗതം. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും. ജാലകം ടിവിയുടെ എല്ലാ പ്രവർത്തകരും ഒരുപാട് പുതിയ ജാലകങ്ങളിലേക്ക് ജാലകം മലയാളിക്ക് മുമ്പിൽ തുറന്നിടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രണ്ടാളും ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു വളർന്നവരാണ്. ചുമതലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഭാഗമായി പലർക്കും പല ജില്ലകളിലും പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഓരോ ജില്ലകളിലേക്ക് ചുമതല നിശ്ചയിച്ച് നൽകുന്നത്. അങ്ങനെയാണ് എന്നോട് പാർട്ടി പത്തനംതിട്ടയിൽ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു ചുമതലക്കാരനായി ആലപ്പുഴയിലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് നിശ്ചയിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിശ്ചയിച്ചത് ഒരു തവണ തോറ്റിയാൽ അത് ആലപ്പുഴ ജില്ലയിൽ തന്നെയായിരുന്നു, ഹരിപ്പാട്. ഇത്തവണ ചേർത്തലയിലാണ് മത്സരിക്കാനായി നിശ്ചയിച്ചത്. നല്ല ഭൂപ്രദേശമാണ്, നല്ല മണ്ണാണ്, നല്ല മനുഷ്യരാണ്. വയനാറിന്റെ മണ്ണാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ജനതയുടെ ജീവിതം, അവരുടെ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംസ്കൃതമായി പോകും. പക്ഷെ ഞാൻ പറയും ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സ്നേഹം ആവോളം അനുഭവിച്ച ഒരാളാണ്. അത് അമ്മമാർ, സ്ത്രീകൾ, സഹോദരി. അമ്മമാരുടെ സ്നേഹം അതിഭയങ്കരമാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ രംഗത്തുമെല്ലാം നമ്മൾ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ നാടുണ്ടാക്കി, നമ്മുടെ നാട് നമ്മളിലേക്ക് തന്നെ സംഭാവന അല്ലെങ്കിൽ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഠിക്കാനുണ്ടായിരുന്ന കൂട്ടുകാരിൽ നല്ലൊരു ശതമാനവും ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അതിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം ഈ ദിവസങ്ങൾ വരുമ്പോഴേക്കും ഈ കൊടികൾ ഉയർത്തുമായിരുന്നു. പണ്ട് ഈ തെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നു വലിയ കവുങ്ങ് വെട്ടിയിട്ട്. പഴയ തലമുറക്കാർ പറഞ്ഞേക്കാൻ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അവർ പറയായിരുന്നു, ഞങ്ങളുടെയൊക്കെ പഴയ കാലത്ത് തെങ്ങാണ് പിഴുതുകൊണ്ട് വന്ന് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കവുങ്ങ് കെട്ടി അതിന്റെ മുകളിൽ മുമ്പില് ഞാനും പ്രഭയും കൂടെ, നമ്മുടെ പ്രഭ മറ്റപ്പള്ളി പ്രഭയും ഞാനിവിടെ ഈ സഭയുടെ കൊടിമരം KSUവിനേക്കാൾ ഉയരണം ഏറ്റവും വലിയ കവുങ്ങ് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഒരു സ്കൂളിലെത്തുമ്പോഴേക്കും കവുങ്ങായി മാറി, തെങ്ങൊക്കെ അതുപോലെ വിട്ടു. ഇപ്പൊ അതുമില്ല. ഏത് ഇലക്ഷന്റെ പ്രഖ്യാപനം നടക്കുമ്പോഴും ആദ്യത്തെ പരിപാടി കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി കൊടിമരം നാട്ടാണ്. കൊടിമരം നാട്ടും അവര്. അപ്പൊ ഈ LDF UDF എല്ലാം കൊടിമരം. അപ്പൊ ഈ കൊടിമരം എന്ന് പറഞ്ഞാൽ ഈ കവുങ്ങ് പോയി ഇഷ്ടം പോലെ കവുങ്ങ്, അപ്പൊ ഒരു കവുങ്ങ് പോയി വെട്ടിക്കൊണ്ട് വന്ന് ഇട്ട് അതിൽ വലിയ കൊടിയും കെട്ടി 4 വഴിക്കേക്കും തോരണവും വലിച്ചു കെട്ടി ഒരു ആകർഷകമായ രൂപത്തേക്കാണ് ഇലക്ഷന്റെ കൊടിയേറ്റം നടക്കുന്നത്. അങ്ങനെയാണ് ഗ്രാമീണ മേഖലയിലെ ഇലക്ഷന്റെ കൊടി കയറുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഇത് എന്റെ വീടിനടുത്ത് ഈ നബിദിനത്തിന് ഇതുപോലെ അവർക്ക് കൊടിയേർത്തലുണ്ട്. അപ്പൊ അത് കുറച്ച് മുസ്ലിം വീടുകൾ മാത്രമേ. അപ്പൊ ഇവരുടെ കൂടെ ഞാൻ ഇവിടെ പോയിട്ടുണ്ട് ഈ ഇതുകൊണ്ടാണ്. എന്നിട്ട് ഈ ഇവര് കൊണ്ടുവരുമ്പോൾ ഇതേപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടിമരം കൊണ്ടുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഇവരും വിളിക്കും. ഇങ്ങനെ ഈ വീലിൽ ഇസ്ലാം ജയിക്കട്ടെ, പച്ചക്കൊടികൾ പാറട്ടെ, അമാരെ തക്ബീർ, അല്ലാഹു അക്ബർ, ഇതൊക്കെ നമ്മളിങ്ങനെ ഇവരോടൊപ്പം ഇടപഴകി നമ്മൾ നിൽക്കണം. അതെ. അപ്പൊ അത് എന്റെ കൂടെ പഠിച്ചവരെല്ലാം അവിടെയാണ്. അപ്പൊ ഇവരെല്ലാം ക്ലാസ്സിലൊക്കെ വന്നിട്ട് നോമ്പ് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിട്ടാണ് ഈ ഒരു കൗതുകത്തിൽ ചെന്ന്. പിന്നെ ഞാൻ ഇച്ചിരി മുതിർന്നു വന്നപ്പോഴേക്കും നോമ്പ് നോക്കുന്ന അവരോട് നമ്മളൊരു ഐക്യപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. ഈ ശബരിമല സീസൺ സമയത്തൊക്കെ പണ്ടിതുപോലെയാണ് നമ്മൾ രാവിലെ ഈ അവർ മലയ്ക്ക് പോകാൻ വെറുതെ എടുത്ത് നിൽക്കുന്നവരുടെ കൂടെ ചിലപ്പോൾ നമ്മൾ മലയ്ക്കൊന്നും പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക. അതൊരു അവരോട് ചുമ്മാ ഒരു താല്പര്യമാണ്. പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ ചിട്ടയാണ് ആ സമയത്തേക്ക് വരുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുന്നു, കൃത്യമായിട്ട് അത് ഭക്ഷണം കഴിക്കുന്നു, പിന്നീട് ഇത് അത്. അപ്പൊ അതൊരു ചിട്ട മാത്രമാണെന്ന് തോന്നി. അപ്പൊ എനിക്ക് നമുക്കൊരു ആർത്തിയെ അടക്കി നിർത്താൻ പറ്റുമോ ഇല്ല വലിയൊരു ചോദ്യം നമ്മളുണ്ട്. ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അത് രാഷ്ട്രീയ ചോദ്യമാണ്. നിങ്ങൾക്ക് ആർത്തിയെ അടക്കി നിർത്താൻ പറ്റുമോ? ഈ ആർത്തിയാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഈ ആർത്തി ആര് ഉത്പാദിപ്പിച്ചാൽ ആർത്തി മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നം. നമുക്കൊരു
മൊബൈൽ ഫോൺ കാണുമ്പോൾ കൊള്ളാം, എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഒരു ആഗ്രഹം. പക്ഷെ എനിക്കൊരു 2 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അത്യാഗ്രഹമാണ്. ഈ അത്യാഗ്രഹമാണ് ഈ ആർത്തിയെ അപ്പൊ അതാണ് നമ്മളെ വഴിവിട്ട പലതിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ അടക്കി നിർത്താൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യം ഉണ്ടെന്നുണ്ട്. അതാണ് ഈ നോമ്പിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്നാ ചോദിക്കില്ല, എന്നാ പിന്നെ 365 ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരുവപ്പെടലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട്. ഞാനതിനൊരു അവർ കാണുന്ന ഒരു ആത്മീയത തലത്തിലേക്ക് അത് കാണും, അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗം. ഞാൻ ഈ ഒരു തലത്തിലാണെന്നാണ് പലപ്പോഴും ഒരു ഐക്യപ്പെടലായിരുന്നു അവരോട്, ഒരു ഐക്യദാർഢ്യമായിരുന്നു, പ്ലസ് ഞാൻ ഇതുകൂടിയായിരുന്നു. മറ്റ് സാറിന്റെ ഇതേ താല്പര്യം, ഈ ചിന്തയും മറ്റ് കൂടെയുള്ളവർക്ക് ഇതെങ്ങനെയാണ് ചിലരെല്ലാം അങ്ങനെ നോക്കുന്നവർ പറയാറുണ്ട്, ചിലരെല്ലാം അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത് പറയാം. അത്ര എന്താ പറയുക, ആയാസകരമാണല്ലോ എല്ലാവർക്കും അങ്ങനെ അനുകരിക്കാമെന്ന് ആഗ്രഹിച്ചാൽ അത്ര എളുപ്പത്തിൽ ഇഷ്ടം പോലെ സമയം നമ്മൾ വായിക്കാനും എഴുതാനും എല്ലാം ഇഷ്ടം പോലെ സമയം കിട്ടും. പിന്നെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എന്നാ പിന്നെ ഇച്ചിരി കിടന്ന് തുടങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ചു പോകും. അതൊരു നല്ലൊരു ടൈം നമുക്കൊരു ഇതാക്കി വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലൊക്കെ ചെയ്യാൻ നോക്കാം. പിന്നെയും ഈ MR സാർ പറഞ്ഞൊക്കെ പിന്നെ ഈ പാഠഭാഗങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതാണ് പിന്നെ ഉള്ളൊരു ബലം. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിനെ അഭിമുഖീകരിക്കുന്നത്. എന്നോട് മേധ പറഞ്ഞു, ഏത് പറഞ്ഞ് ധൈര്യമായിട്ട് പ്രസംഗിച്ചോളൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം അവരുടെ ഭാഷയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചോളൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ആവും. അപ്പോഴൊരു ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പത്തനംതിട്ട ജില്ലയുമായിട്ടുള്ള ഒരു എനിക്കതിങ്ങനെ വന്നു കയറും. അതിലെ പ്രസാദേട്ടനെ, സുകുമാരപിള്ള സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ പ്രസാദേട്ടനെ കൈപിടിച്ച് രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു ദിവസം നമ്മളെന്തായാലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ പലരെ കുറിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് ഈ സുകുമാരപിള്ള സാറിനെ കുറിച്ച് ആലോചിക്കാൻ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇവര് തമ്മിലുള്ള ബന്ധം അത് വലിയ ഇത്. പ്രസാദനെ ഞങ്ങള് ഞാനിപ്പോഴാണ് ഞങ്ങൾ 3 പേരും ഒരു വാർഡുകാരാണ്, ബന്ധുക്കളാണ്. സുകുമാരന്റെ പ്രത്യേകത കാഴ്ചയിലൊരു വലിയ പ്രൗഢി, മനോഹരമായ ഇംഗ്ലീഷ്, സാമാന്യമാണ് ആ ഭാഷ പറയുമ്പോൾ. ഭാഷയുടെ സൗന്ദര്യം ഒരു മഴയിൽ നമ്മളിങ്ങനെ നനഞ്ഞു നിൽക്കുന്നു, നമ്മളങ്ങ് ഇത്രയും നേരം നമ്മോട് ചെലവഴിക്കുകയും സമ്മതിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനും റാന്നി MLA ശ്രീ പ്രമോദ് നാരായണനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരം മാതൃകളാണ് കേരള ജനതയ്ക്ക് ഇനി ആവശ്യമായിട്ടുള്ളത്. പ്രതീക്ഷയുടെയും നന്മയുടെയും നല്ല നാളേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.